കേരളത്തിന് പുറത്തായി മലയാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല. ദിനംതോറും എത്തുന്ന ആയിരക്കണക്കിന് കേരളീയരായ ഭക്തരും മലയാളിയായ ശങ്കരാചാര്യരുടെ ക്ഷേത്രവുമായുള്ള ബന്ധവും ഇനി ഏതെങ്കിലും ദിവസം മലയാളികൾ ആരെങ്കിലും ഇവിടെ എത്തിയില്ലെങ്കിൽ മൂകാംബികാദേവി മലയാളക്കരയിലേക്ക് പോരും എന്ന വിശ്വാസവും, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ചിന്തയെ ഊട്ടിയുറപ്പിക്കുന്നു. അതുകൂടാതെ അമ്പലത്തിന് തൊട്ടടുത്തായി തന്നെ ഗുരുവായൂരപ്പൻ സന്നിധാനം എന്ന പേരിൽ ഒരു കൃഷ്ണക്ഷേത്രമുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്നതും അല്ലാത്തതുമായ നിരവധി വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. മൂകാംബിക യാത്ര കൂടുതൽ അർത്ഥവത്തും എളുപ്പവുമാക്കുന്ന നിരവധി കാര്യങ്ങളും ക്ഷേത്ര ഐതിഹ്യവും വഴിപാടുകളുടെ വിവരങ്ങളുമെല്ലാം ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം തന്നെ ഇങ്ങോട്ടുള്ള യാത്രാമാർഗങ്ങളെപ്പറ്റി പറയാം. മംഗലാപുരത്ത് നിന്നും ഏതാണ്ട് 130 കിലോമീറ്റർ അകലെയായാണ് മൂകാംബിക ക്ഷേത്രം. ഉടുപ്പിയിൽ നിന്ന് 80 കിലോമീറ്ററും. മൂകാംബിക റോഡ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3/4 കിലോമീറ്ററോളം ദൂരം നടന്നോ ഓട്ടോറിക്ഷയിലോ ബൈന്ദൂർ ബസ് സ്റ്റാൻഡിലെത്താം. ഇവിടെ നിന്നും ഇടയ്ക്കിടെ മൂകാംബികയിലേക്ക് ബസ്സുണ്ട്. 50 രൂപയിൽ താഴെയേ ടിക്കറ്റിന് ചാർജ് ആവുകയുള്ളൂ. കേരളത്തിലെ പല പ്രധാന സ്റ്റേഷനുകളിൽ നിന്നും ഇങ്ങോട്ട് ട്രെയിനുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇവയിൽ ചിലതൊക്കെ ആഴ്ചയിൽ 1-2 ദിവസമേ കാണൂ. മാത്രമല്ല, ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തുന്നതാണ് ബസ്സിൽ വരാനും മൂകാംബികയിലെത്തി റൂം കണ്ടുപിടിക്കാനും സൗകര്യം. രാത്രി ട്രെയിനിൽ എത്തുന്നവർക്കും ബൈന്ദൂർ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ റൂം എടുക്കാം. അതല്ല, കൊല്ലൂര് മൂകാംബികയിൽ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ രാത്രിയിലെത്തിയാലും ഒരു ടാക്സി പിടിച്ച് നേരെ കൊല്ലൂരെത്താം. പണം അല്പം അധികം ചെലവാകുമെന്ന് മാത്രം. KSRTC പ്രധാന ഡിപ്പോകളിൽ നിന്ന് മൂകാംബികയ്ക്ക് നേരിട്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട്. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സും സ്ലീപ്പർ ഉൾപ്പെടെയുള്ള സർവീസ് പല പട്ടണങ്ങളിൽ നിന്നായി നടത്തുന്നുണ്ട്. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് നടന്നെത്താം. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് NH66 മംഗലാപുരം കുന്താപുര വഴി തല്ലൂർ എന്ന സ്ഥലത്തെത്തി റൈറ്റ് തിരിഞ്ഞ് കൊല്ലൂർക്ക് പോകാം. മൂകാംബിക എത്തുന്നതിന് മുൻപുള്ള 20 കിലോമീറ്ററോളം ദൂരം സംരക്ഷിത വനമാണ്. ചിലപ്പോഴൊക്കെ വന്യമൃഗങ്ങളെയും ഈ റോഡിൽ കാണാം. കൊല്ലൂരിലേക്ക് നമ്മെ സ്വാഗതം ചെയ്തുള്ള കവാടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടതുവശത്ത് ഒരു വനദുർഗാ ക്ഷേത്രം കാണാം. മാസേക്കട്ടെ എന്ന പേരുള്ള ഈ ദേവതയുടെ അനുവാദം വാങ്ങിയേ കൊല്ലൂരിലേക്ക് പോകാവൂ എന്ന് കരുതപ്പെടുന്നു. കൊല്ലൂർ ആദ്യമായി എത്തുന്നവർ ഒന്ന് അത്ഭുതപ്പെടും. ചുറ്റും കാണുന്ന കടകളുടെയും ഹോട്ടലുകളുടെയും ബോർഡുകളിൽ മലയാളം, ചുറ്റും കേൾക്കുന്നതും മലയാളം തന്നെ. നമ്മൾ വീണ്ടും കേരളത്തിൽ തന്നെയാണോ എത്തിയത് എന്ന് ഭൂപ്രകൃതി കണ്ടാലും ഒന്ന് സംശയിച്ചു പോകും. കൊല്ലൂരിൽ ദേവസ്വത്തിൻ്റെ നിരവധി താമസ സൗകര്യങ്ങൾ ക്ഷേത്രത്തിന് സമീപത്തായുണ്ട്. ലളിതാംബ ഗസ്റ്റ് ഹൗസ്, ജഗദംബിക ഗസ്റ്റ് ഹൗസ്, സൗപർണിക ഗസ്റ്റ് ഹൗസ്, കൂടാതെ യാത്രി നിവാസ് എന്നൊരു ഡോർമിറ്ററി സൗകര്യവും. ഇവ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒഴിവുണ്ടെങ്കിൽ നേരിട്ടെത്തിയാലും റൂം ബുക്ക് ചെയ്യാം. ആധാർ കാർഡോ മറ്റു ഗവൺമെൻറ് IDയോ എടുക്കാൻ മറക്കരുത്. റേറ്റ് അനുസരിച്ച് റൂമിൻ്റെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരാം. ഈ ഗസ്റ്റ് ഹൗസുകളിൽ സീസൺ വ്യത്യാസമില്ലാതെ ഒരേ നിരക്കായിരിക്കും. കുറഞ്ഞ റേറ്റിന് താമസിക്കാൻ നിരവധി പ്രൈവറ്റ് ലോഡ്ജുകളും ഹോട്ടലുകളും ചുറ്റുമായുണ്ട്. വാരാന്ത്യങ്ങളിലും അവധി സമയത്തും വളരെ കൂടിയ റേറ്റും തിരക്കില്ലാത്ത ദിവസങ്ങളിൽ തീരെ കുറഞ്ഞ റേറ്റുമായിരിക്കും ഇവിടങ്ങളിൽ. അതായത് 200 മുതൽ 2000 വരെ, അങ്ങനെ വ്യത്യസ്ത റേറ്റായിരിക്കും. നിങ്ങൾക്ക് നല്ല വൃത്തിയിലും സൗകര്യത്തിലും താമസിക്കണമെങ്കിൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻസിലെയും ഗൂഗിളിലെയും റിവ്യൂ കമൻറ്റ്സ് നന്നായി വായിച്ചു നോക്കി റൂം ബുക്ക് ചെയ്യാം. സ്റ്റാർ റേറ്റിംഗ് മാത്രം നോക്കരുത്. റേറ്റ് കുറഞ്ഞ ഹോട്ടലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പാർക്കിംഗ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ അത് മുൻകൂട്ടി അന്വേഷിച്ചുറപ്പിക്കുന്നത് നന്നായിരിക്കും. എങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. ദേവസ്വത്തിൻ്റെ തന്നെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ മാറിയായുണ്ട്. ഇവിടെയാണ് KSRTCയുടെ ബസ്സുകളും എത്തുന്നത്. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ സൗപർണിക നദിയിൽ കുളിച്ചിട്ട് ദർശനത്തിന് പോകുന്നതാണ് ഉത്തമം.
ബസ് സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഒരു ചെറിയ അമ്പലവും ഒരു LP സ്കൂളും കാണാം. ഇതിനിടയിലൂടെയുള്ള വഴിയിലൂടെ കുറച്ച് നടന്നാൽ സൗപർണിക സ്നാനഘട്ടത്തിലെത്താം. ഗൂഗിൾ മാപ്പിൽ സൗപർണിക സ്നാനം പോയിന്റ് എന്ന് സെറ്റ് ചെയ്താൽ ഇവിടെ എത്താം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വസ്ത്രം മാറാനും ഇവിടെ സൗകര്യമുണ്ട്. കുളിക്കാൻ തോർത്ത് മുതലായ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു കടയും അടുത്തുണ്ട്. കർണാടകയിലെ തുളുനാട്ടിൽ കൊല്ലൂർ ഗ്രാമത്തിൻ്റെ, അതായത് ഇപ്പോൾ ഒരു ചെറിയ പട്ടണമായ കൊല്ലൂരിൻ്റെ മധ്യത്തിലായാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 വശവും നിരവധി മലകളാണ്. 12 അടി ഉയരമുള്ള വലിയ മതിൽ ക്ഷേത്രത്തെ ചുറ്റി സംരക്ഷിച്ചിരിക്കുന്നു. ഈ മതിലിൻ്റെ വെളിയിൽ തെക്കുകിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതിയാണ് ഇവിടെ. സാമാന്യം വലുപ്പമുള്ളൊരു വിഗ്രഹം തന്നെ. ഈ ഗണപതിയെ തൊഴുതു വേണം ദേവിയെ ദർശിക്കാൻ എന്നാണ് ചിട്ട. ക്ഷേത്രമതിലിൻ്റെ തെക്കുകിഴക്കേ കോണിലായുള്ള ഈ അമ്പലത്തിന് സമീപത്തൂടി ഉള്ളിലേക്ക് ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ 100 മീറ്റർ പോയാൽ ഗുരുവായൂർ സന്നിധാനം എന്നൊരു ചെറിയ ക്ഷേത്രം കാണാം. തീരെ തിരക്കില്ലാതെ ശാന്തമായ അന്തരീക്ഷം. അവിടെയും തൊഴുത് തിരിച്ച് മൂകാംബികയുടെ നടയിലെത്താം. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഓരോ ഇരുനില ഗോപുരങ്ങൾ കാണാം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുന്നിലൂടെ സൗപർണിക നദി ഒഴുകുന്നു. ഇവിടെ വെച്ച് കണ്ടാൽ നദിയല്ല, ഒരു ചെറിയ അരുവിയാണെന്നേ തോന്നൂ. കിഴക്കേ നടവഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഇതിനു സമീപം തന്നെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടറുണ്ട്. അവിടെ തന്നെ കൈയും കാലും കഴുകാനുള്ള സൗകര്യവുമുണ്ട്. അടുത്ത് തന്നെ ഒരു ഗോശാലയും കാണാം. കിഴക്കേ ഗോപുരത്തിനുള്ളിലൂടെ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ ഏറെ നാളായി നമ്മൾ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷം നമ്മളിൽ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കും. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചല്ല, മൂകാംബികാദേവി നമ്മെ വിളിക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ എത്താൻ സാധിക്കൂ എന്ന് പല അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ അനുഭവം എന്താണ്? ഗോപുരത്തിലൂടെ ഉള്ളിൽ കടന്നാൽ നമ്മുടെ വലതുവശത്ത്, അതായത് വടക്കു കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി വീരഭദ്രൻ്റെ കോവിൽ കാണാം. ദേവിയുടെ അംഗരക്ഷകനായാണ് ഇവിടെ വീരഭദ്രൻ്റെ സങ്കല്പം. വീരഭദ്രൻ്റെ ശ്രീകോവിലിന് മുന്നിൽ ഒരു തുളസിത്തറയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ചാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. ഇവിടെ തൊഴുതതിന് ശേഷം മാത്രമേ നാലമ്പലത്തിനുള്ളിൽ കടക്കാവൂ എന്നാണ് സങ്കല്പം. കേരളത്തിലെ ക്ഷേത്രങ്ങളോട് ഏകദേശം സാമ്യം തോന്നുന്ന നിർമ്മിതിയാണ് മൂകാംബികയിലേത്. മുൻപിലൊരു കൊടിമരവും അതിനോടൊപ്പം ഉയരമുള്ള മനോഹരമായൊരു ദീപസ്തംഭവും. കൊടിമരത്തിന് ഒരു പ്രത്യേക ആകൃതിയാണ്. താഴത്തെ പകുതി ഭാഗം ചതുരാകൃതിയും അതിനു മുകളിലേക്ക് വൃത്താകൃതിയുമുള്ള സ്തംഭമാണ്. ഇത് സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ കടക്കുമ്പോൾ പുരുഷന്മാർ ഷർട്ട്, ബനിയൻ മുതലായവ ഊരി മാറ്റണം. പാൻസ് ധരിച്ച് ഉള്ളിൽ കടക്കാൻ കുഴപ്പമില്ല. പക്ഷേ ലുങ്കി, ബർമുഡ എന്നിവ അനുവദനീയമല്ല. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ശ്രീകോവിലിനുള്ളിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചതെന്താണോ അത് ദൃശ്യമായി തുടങ്ങും. നടുവിൽ സ്വർണ്ണരേഖയുള്ള സ്വയംഭൂലിംഗമാണ് കൊല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയുടെ വലതുഭാഗത്തായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 രൂപങ്ങളുണ്ട്. ഇടതുവശത്ത് ത്രിമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് സങ്കല്പം. സ്വയംഭൂലിംഗത്തിന് പുറകിലായി ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖ്, ചക്ര, വരദാഭയ മുദ്രകളണിഞ്ഞ ചതുർബാഹുവായ പഞ്ചലോഹ നിർമ്മിത ദേവീ വിഗ്രഹവുമുണ്ട്. ശിവലിംഗത്തോട് ചേർന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാർവതീ സങ്കല്പവുമുണ്ട്. 108 ശക്തിപീഠങ്ങളിൽ വിശേഷ പ്രാധാന്യമുള്ളതാണ് കൊല്ലൂർ ക്ഷേത്രം. ദേവീ ചൈതന്യത്തോടൊപ്പം ശൈവശക്തി സാന്നിധ്യവും ഈ ക്ഷേത്രത്തെ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ 108 ശിവാലയങ്ങളുടെയും പട്ടികയിൽ പ്രഥമ സ്ഥാനത്തുണ്ട് കൊല്ലൂർ. സിദ്ധിക്ഷേത്രമായതിനാൽ ഇവിടെ ആരംഭിച്ചാൽ കാര്യങ്ങൾ ശുഭകരമാകുമെന്നാണ് വിശ്വാസം. കലകളുടെ അമ്മ എന്നാണ് മൂകാംബിക അറിയപ്പെടുന്നത്. മൂകാംബികയെ ദർശിച്ചാൽ ദുരിതശാന്തിയും ഐശ്വര്യവുമാണ് ഫലം.
സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാ സാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ചയുമുണ്ടാകുമെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ നിരവധിയാണ്. മഹാരണ്യപുരം എന്ന പേരിലാണ് കൊല്ലൂർ മുൻപ് അറിയപ്പെട്ടിരുന്നത്. കോലമഹർഷി എന്ന സന്യാസവര്യൻ ദേവിയെ പ്രീതിപ്പെടുത്താനായി സൗപർണികാ തീരത്ത് തപസ്സനുഷ്ഠിച്ചുവെന്നും ഇതേസമയം മറ്റൊരു അസുരനും ശിവപ്രീതിക്കായി ഇവിടെ തപസ്സു ചെയ്തെന്നും കഥയുണ്ട്. അസുരൻ്റെ ദുഷ്കൃത്യങ്ങളിൽ വലഞ്ഞ ദേവന്മാർ തപസ്സു ചെയ്ത് കൂടുതൽ ശക്തി നേടുന്നതിൽ നിന്നും അസുരനെ തടയാനായി പാർവതീദേവിയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. അസുരൻ്റെ കൊടും തപസ്സിൽ സംപ്രീതനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരം ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ അസുരനെ പാർവതീദേവി മൂകനാക്കി മാറ്റി. ഇതിൽ കോപിഷ്ഠനായ അസുരൻ ദേവിയെ തപസ്സു ചെയ്തിരുന്ന കോലമഹർഷിക്കു നേരെ തിരിഞ്ഞു. ഒടുവിൽ ഭക്തനെ രക്ഷിക്കാനായി മൂകാസുരനെ വധിച്ച ദേവി കോലമഹർഷിയുടെ അപേക്ഷയനുസരിച്ച് അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഏറെ പ്രചാരത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനരികിലാണ് അദ്വൈതാചാര്യനായിരുന്ന ശ്രീശങ്കരൻ തപസ്സിനിരുന്നതെന്നാണ് വിശ്വാസം. കുടജാദ്രിയിലാണെന്ന മറ്റൊരു വാദവുമുണ്ട്. മലയാളക്കരയിൽ ഒരു സരസ്വതി ക്ഷേത്രം ഇല്ലാതിരുന്നതിനാൽ ആദിശങ്കരൻ കുടജാദ്രിയിൽ തപസ്സു ചെയ്യുകയും ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ അനുമതി തരണമെന്നും അപേക്ഷിച്ചു. ഈ ആഗ്രഹം സമ്മതിച്ച ദേവി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ അവിടെ പ്രതിഷ്ഠിതയാകുമെന്നും വ്യവസ്ഥ വച്ചു. അങ്ങനെ ശങ്കരൻ മുൻപേ നടക്കുകയും ദേവി അനുഗമിക്കുകയും ചെയ്തു. നടന്ന് കൊല്ലൂർ സൗപർണികാ തീരത്തെത്തിയപ്പോൾ ഒഴുക്കിൻ്റെ ശബ്ദം കാരണം ദേവിയുടെ കാലൊച്ച കേൾക്കാതെയായി. ദേവി തൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് വ്യസനിച്ച് ശങ്കരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നീ വ്യവസ്ഥ ലംഘിച്ചതിനാൽ താൻ ഇവിടെ ഉപസ്ഥിതയാകുമെന്നും മലയാളികൾ തന്നെ ഇവിടമെന്ന് കാണണമെന്നും ദേവി അരുളി ചെയ്തു. തൻ്റെ തെറ്റിന് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ച ശങ്കരനോട് ശരി, എല്ലാ ദിവസവും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യ സമയത്ത് താൻ ദർശനം നൽകാമെന്നും അതിനുശേഷം കൊല്ലൂരേക്ക് മടങ്ങുമെന്നും അറിയിച്ചു. ഈ ഐതിഹ്യത്തെ സാധൂകരിക്കും വിധം ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കുന്നത്. ദർശനത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ കൊല്ലൂരിലെ സ്വയംഭൂവിന് പുറകിൽ ദേവിയുടെ വിഗ്രഹവും അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും ക്ഷേത്രത്തിലെ പൂജാവിധികൾ നടത്തുന്നത്. അടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രാഹ്മണന്മാരാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി, മേൽശാന്തി സ്ഥാനങ്ങൾ നിർവഹിക്കുന്നത്. വിവാഹിതരായവർക്ക് മാത്രമേ അമ്മയെ പൂജിക്കാനുള്ള അനുവാദമുള്ളൂ എന്നത് കൊല്ലൂരിലെ ഒരു സവിശേഷതയാണ്. ഭട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ കീഴ്ശാന്തിമാർ. നിത്യവും 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. പുലർച്ചെ 5 മണിക്ക് നട തുറക്കുന്നു. നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. അതിനുശേഷം സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം. 5:30 ഗണപതി ഹോമം തുടങ്ങുന്നു. രാവിലെ 6:30 ഉഷപൂജ, ദന്തധാവന പൂജ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ദേവി പല്ലു തേക്കുന്ന സങ്കല്പത്തിൽ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വന്നത്. 7:15 ദന്തധാവന മംഗളാരതിയും 7:30 പഞ്ചാമൃതാഭിഷേകവും നടത്തുന്നു. 7:45 ദേവിക്ക് നിവേദ്യമാണ്. തുടർന്ന് 8 മണിയോടെ എതിരേറ്റ് പൂജയും അതിനുശേഷം ഉഷശീവേലിയും നടത്തപ്പെടുന്നു. 11:30 ഉച്ചപൂജയും 12:30 ഉച്ചശീവേലിയും നടത്തി ഉച്ചയ്ക്ക് 1:30 നടയടയ്ക്കുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. ഈ സമയത്ത് ദർശനത്തിനായി കൂടുതൽ സമയം ലഭിക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമനത്തിനനുസരിച്ച് ദീപാരാധന, പ്രദോഷ പൂജ എന്നാണ് ഇവിടെ ദീപാരാധന അറിയപ്പെടുന്നത്. ഈ പൂജയോടനുബന്ധിച്ച് പഞ്ചാമൃതാഭിഷേകവും പതിവാണ്. തുടർന്ന് രാത്രി 7 മണിക്ക് നിവേദ്യവും 7:15 അത്താഴപൂജയും നടത്തുന്നു. അത്താഴപൂജയോടനുബന്ധിച്ച് മംഗളാരതിയുണ്ടാവും. അത്താഴപൂജ കഴിഞ്ഞാൽ ഉപദേവതകൾക്കുള്ള പൂജകളാണ്. തുടർന്ന് 8 മണിയോടെ ഇവർക്കുള്ള നിവേദ്യവും ദീപാരാധനയും. 8:15 അത്താഴ ശീവേലി തുടങ്ങുന്നു. ഈ അവസരത്തിൽ ദേവീ വിഗ്രഹം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ട്. അതിപ്രധാനമാണ് ഈ ചടങ്ങ്.
വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. നിവേദ്യത്തിന് ശേഷം വിശേഷാൽ പൂജയും മംഗളാരതിയും നടത്തുന്നു. ഈ സമയത്ത് എല്ലാ വാദ്യോപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നു. ഇവയ്ക്കൊപ്പം ഭക്തരുടെ നാമജപവും ഉണ്ടാകും. ഈ ചടങ്ങുകളും വാദ്യവും നാമജപവുമെല്ലാമായി വേറിട്ടൊരു അനുഭവമാണ് ഇതിന് സാക്ഷിയാകുന്ന ഭക്തർക്ക് നൽകുന്നത്. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ദേവിയെ ശ്രീകോവിലിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു. തുടർന്ന് 9 മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേദിക്കുന്നു. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായപ്രസാദം നൽകി വരുന്നു. ഇതിനോടനുബന്ധിച്ചും ഒരു പൂജയുണ്ട്. അത് പൂർത്തിയാകുന്നതോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു. ഈ കഷായം ഭക്തർക്ക് തീർത്ഥമായി വിതരണം ചെയ്യുന്നു. ശ്രീകോവിലിൽ തൊഴുത് ഇടതുവശത്തേക്ക് നടക്കുമ്പോൾ നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ഗണപതിയുടെ പ്രതിഷ്ഠ കാണാം. തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ശങ്കരപീഠം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരാചാര്യർ ദേവിയെ സ്തുതിച്ച് സൗന്ദര്യലഹരി എഴുതിയത് ഇവിടെ വച്ചാണെന്ന വിശ്വാസത്തെ തുടർന്നാണ് ഈ പേര് വന്നത്. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയും തൊഴുത് വടക്കേ നടവഴി പുറത്തേക്കിറങ്ങാം. അപ്പോൾ മുൻപിലായി നിരവധി സേവാ കൗണ്ടർ അഥവാ വഴിപാട് കൗണ്ടറുകൾ കാണാം. കൗണ്ടർ 1 മുതൽ 3 വരെയുള്ളവയിൽ അപ്പോഴത്തേക്ക് വേണ്ട വഴിപാടുകൾക്ക് രസീതെടുക്കാം. 4ാം കൗണ്ടർ മുൻകൂട്ടി ബുക്കിംഗ് വേണ്ട ചണ്ഡികാ ഹോമം, ഉദയാസ്തമന പൂജ തുടങ്ങിയവയ്ക്കാണ്. ഉടനടിയായി ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകളിൽ പ്രധാനം സഹസ്രനാമ കുങ്കുമാർച്ചനയാണ്. ഈശ്വരാധീനത്തിനായി ഭക്തർ ഈ അർച്ചന കഴിപ്പിക്കുന്നു. ശത്രുദോഷം നീങ്ങാൻ ത്രിശതി കുങ്കുമാർച്ചന ദേവിക്കും വീരഭദ്രന് സഹസ്രനാമ ഭസ്മാർച്ചനയും ചെയ്യാം. ഐശ്വര്യത്തിനായി അഷ്ടോത്തരാർച്ചന ചെയ്യുന്നവരും നിരവധി. പഞ്ചാമൃതം അഭീഷ്ടസിദ്ധിക്കും, ഹരിവര നിവേദ്യം ആപത്തുകൾ നീങ്ങാനും, പരമാനന്ദ നിവേദ്യം രോഗമുക്തിക്കായും പ്രധാനമാണ്. മഹാത്രിമധുരം വഴിപാട് വാക്ചാതുര്യത്തിനും കഴിവുകൾ വർദ്ധിക്കാനും കലാപരമായ പുരോഗതിക്കും നിരവധി ആളുകൾ വഴിപാടാക്കുന്നു. സേവാ കൗണ്ടറുകളുടെ സമീപം തന്നെ ദേവസ്വം ഓഫീസും ക്ഷേത്രത്തിലെ രഥങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലവും കാണാം. ഇതിനു സമീപമായി തന്നെ അന്നദാന ഹാളിലേക്കുള്ള വഴിയും കാണാം. വടക്കേ നടയിലൂടെ ഇറങ്ങി പ്രദക്ഷിണം തുടരുമ്പോൾ വീണ്ടും വീരഭദ്രനെയും തൊഴുത് നടയ്ക്ക് മുൻപിലെത്തി അമ്മയെ ഒന്നുകൂടി വണങ്ങി സുബ്രഹ്മണ്യൻ്റെ കോവിലിന് മുൻപിലെത്താം. അതിനു സമീപമായാണ് സരസ്വതി മണ്ഡപം. ഇവിടെ സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമുണ്ട്. ദിവസവും നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുകയും മുതിർന്നവർ സംഗീത പ്രകടനങ്ങൾ നടത്താറുമുണ്ട്. വർഷത്തിൽ ഏതു ദിവസവും വിദ്യാരംഭം ചെയ്യാമെന്നതും മൂകാംബികയിലെ പ്രത്യേകതകളിലൊന്നാണ്. ക്ഷേത്രമതിലിന് വെളിയിലായി പടിഞ്ഞാറ് ഭാഗത്തുള്ള, അതായത് പുറകു ഭാഗത്തുള്ള വേദിയിൽ നിത്യവും നിരവധി പ്രതിഭകൾ നൃത്തപരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇതിനുള്ള അവസരം ലഭിക്കുന്നത് ഭാഗ്യമായും തങ്ങളുടെ കഴിവുകൾ ഇനിയും മെച്ചപ്പെടുത്താനുള്ള അവസരമായും കരുതുന്നു. സരസ്വതി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത് തിടപ്പള്ളിയും ഹോമപുരയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചണ്ഡികാ ഹോമം നടത്തുന്നത്. നിരവധി പുരോഹിതന്മാരും ദ്രവ്യങ്ങളും ആവശ്യമുള്ള ചണ്ഡികാ ഹോമം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. 10,000 മുതൽ ലക്ഷങ്ങൾ വരെ ചെലവ് വരുന്ന നിരവധി തരം ചണ്ഡികാ ഹോമങ്ങൾ ഭക്തർ ദേവീപ്രീതിക്കായി നടത്തിപ്പോരുന്നു. വീണ്ടും മുൻപോട്ട് നടക്കുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് 5 ശ്രീകോവിലുകൾ കാണാം. ഇവയിൽ ആദ്യത്തെ ശ്രീകോവിലിൽ പഞ്ചമുഖ ഗണപതി പ്രതിഷ്ഠയും മറ്റ് 4ഇടത്തും ശിവപ്രതിഷ്ഠകളുമാണ്. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നിങ്ങനെയുള്ള ശിവപ്രതിഷ്ഠകളാണുള്ളത്. നഞ്ചുണ്ടേശ്വരൻ്റെ ശ്രീകോവിലിൽ മാത്രമാണ് നന്ദി പ്രതിഷ്ഠയുള്ളത്. അതിനാൽ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. നഞ്ച് എന്നാൽ വിഷം, വിഷമുണ്ട് ഈശ്വരൻ, അതായത് കാളകൂട വിഷം കഴിച്ച ശിവനാണിത്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ടു ദർശനമായി മറ്റ് 2 ശ്രീകോവിലുകൾ കാണാം. ഇവയിൽ ഒന്ന് ഹനുമാനും മറ്റേതിൽ മഹാവിഷ്ണുവുമാണ് പ്രതിഷ്ഠകൾ. ഇതിനു സമീപമായി നെയ്വിളക്ക് കത്തിക്കാനുള്ള സൗകര്യം കാണാം. ഏതെങ്കിലും സേവാ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു വന്ന് നമുക്ക് തന്നെ നെയ്വിളക്ക് കത്തിച്ച് സമർപ്പിക്കാം. ഈ ഉപക്ഷേത്രങ്ങളുടെ സമീപത്തായി തന്നെ സാരികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു കൗണ്ടർ കാണാം.
മൂകാംബികാദേവിക്ക് ഭക്തർ സമർപ്പിച്ച സാരികൾ ഇവിടെ മറ്റുള്ളവർക്ക് വില കൊടുത്ത് വാങ്ങാവുന്നതാണ്. നവരാത്രി, ശിവരാത്രി, ഉഗാദി, മീനമാസത്തിൽ നടത്തുന്ന ഉത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷാവസരങ്ങൾ. മീനമാസം ഉത്രം നാളിൽ കൊടികയറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ. ഇതിനോടനുബന്ധിച്ച് മൂലം നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ്. ദേവിയുടെ ജന്മനക്ഷത്ര ദിവസമാണ് ഫാൽഗുന മാസത്തിലെ, അതായത് മീനമാസത്തിലെ മൂലം നക്ഷത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന 7 നിലകളോടുകൂടിയ മഹാരഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത്. ഈ ദിവസം പതിവിലും 2 മണിക്കൂർ നേരത്തെ നട തുറക്കുന്നു. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് സൗപർണികാ തീരത്തെ ഓലക മണ്ഡപം എന്നറിയപ്പെടുന്ന ആറാട്ട് മണ്ഡപം വരെയാണ് എഴുന്നള്ളത്ത്. രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂകാംബിക സന്നിധിയിലേക്ക് വരുന്നത്. ഇതൊരു അനുഗ്രഹമായി ഭക്തർ കരുതിപ്പോരുന്നു. നവരാത്രിയുടെ 9ാം ദിവസമായ മഹാനവമി ദിവസം ക്ഷേത്രത്തിൽ നടത്തുന്ന രഥോത്സവവും വിജയദശമി നാളിലെ വിദ്യാരംഭവും ഏറെ പ്രധാനമാണ്. നവരാത്രി ദിവസങ്ങളിൽ ധാരാളം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. ഇനി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. ദർശനം എങ്ങനെ സുഗമമാക്കാം എന്നതാണ് ആദ്യ കാര്യം. നവരാത്രി ഉത്സവ സമയങ്ങളിലും കുട്ടികളുടെ അവധി സമയത്തും വലിയ തിരക്കായിരിക്കും ക്ഷേത്രത്തിൽ. വാരാന്ത്യങ്ങളിലും നല്ല തിരക്കുണ്ടാവും. പക്ഷേ വീക്കെൻഡ് മാത്രമേ നിങ്ങൾക്കിവിടെ എത്താൻ സാധിക്കൂ എന്നാണെങ്കിൽ ഞായറാഴ്ച വൈകിട്ടെത്തിയാൽ സുഗമമായി തൊഴാം. വീക്ക് ഡേയ്സിലും താരതമ്യേന തിരക്ക് കുറവായിരിക്കും. രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. തുടർന്ന് 7:15 വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സമയമാണ്. ഈ സമയത്തും ദർശനം നടത്താൻ കൂടുതൽ സമയം ലഭിക്കും എന്നത് ഒരു നല്ല കാര്യമാണ്. രാവിലെ മുൻപ് സൂചിപ്പിച്ച ചില പൂജകൾ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 വരെ ദർശനം നടത്താം. പിന്നീട് 1.5 മണിക്കൂർ സമയത്തേക്ക് നട അടയ്ക്കുന്നു. വീണ്ടും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നട തുറക്കുന്നു. ഇത് രാത്രി 9 മണി വരെ തുറന്നിരിക്കും. ഇടയ്ക്ക് പൂജകളുള്ള സമയം മാത്രമാണ് അടയ്ക്കുന്നത്. ഇതിൽ തന്നെ വൈകിട്ട് 3 മുതൽ 5 വരെയുള്ള സമയം സുഗമമായി ദർശനം നടത്താം. വിശേഷ ദിവസങ്ങളിൽ ഈ രീതിക്ക് മാറ്റമുണ്ടാകാം. നിങ്ങൾക്ക് തൊഴുതു പോകാൻ ധൃതിയുണ്ടെങ്കിൽ 100 രൂപയുടെയോ 500 രൂപയുടെയോ ടിക്കറ്റ് എടുത്ത് സ്പെഷ്യൽ ദർശനം നടത്താം. ചില സമയങ്ങളിൽ നോർമൽ ക്യൂവിൻ്റെ അത്ര തന്നെ നീളം 100 രൂപയുടെ ക്യൂവിനും കാണാറുണ്ട്. 500 രൂപയുടേത് ഡയറക്റ്റ് ദർശനമാണ്. പൂജ കഴിയാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ സാധാരണ ദിവസങ്ങളിൽ ഈ ക്യൂ നിൽക്കുന്നവരുടെ തിരക്ക് പെട്ടെന്ന് കുറയുകയും നിങ്ങൾക്ക് നേരെ നടയിലേക്ക് കയറി ദർശനം നടത്താനും സാധിച്ചേക്കാം. മറ്റൊരു കാര്യം, ക്ഷേത്രത്തിന് പുറകു ഭാഗത്താണ് അന്നദാനം നടക്കുന്ന ഹാൾ. എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ട് 8 മുതൽ 9:30 വരെയും അന്നദാനമുണ്ട്. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കഷായ പ്രസാദം ലഭിക്കുന്നത് രാത്രി 9 മണിക്കാണ്. സേവാ കൗണ്ടറിന് സമീപമാണ് ഇത് ലഭിക്കുന്നത്. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട. മിക്കവാറും വീട്ടിലെത്തുമ്പോഴേക്കും അത് ഉപയോഗശൂന്യമാകും. കൊല്ലൂരിൽ നിങ്ങൾ 1-ലധികം ദിവസം തങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുടജാദ്രിയും പോകാൻ ശ്രമിക്കുക. മൂകാംബിക ക്ഷേത്ര പരിസരത്തു നിന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ജീപ്പ് ലഭിക്കും. മൂകാംബികയിൽ വരുന്നവർക്ക് പോകാൻ സാധിക്കുന്ന മറ്റു 2 പ്രധാന ക്ഷേത്രങ്ങളാണ് ഉടുപ്പിയും മുരുടേശ്വരവും. ഇതും നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യാം. മുൻപ് പറഞ്ഞതുപോലെ അമ്മ നമ്മളെ വിളിച്ചാൽ മാത്രമാണ് ഇവിടെ എത്താൻ സാധിക്കൂ എന്നാണ് വിശ്വാസം. ഇവിടെ ഉടൻ എത്താൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട. മൂകാംബിക സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. കോട്ടയത്തെ പനച്ചിക്കാട് ദേവീക്ഷേത്രവും എറണാകുളത്തെ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രവും ചോറ്റാനിക്കരയും കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രവും പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രവും ഒരുപക്ഷെ നിങ്ങൾക്ക് എളുപ്പം പോകാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളാകാം. ഇവിടെയും നിങ്ങൾക്ക് മൂകാംബിക ദേവിയുടെ സാന്നിധ്യം അനുഭവിക്കാം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.